ലോക്സഭയിൽ തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന BJP പലപ്പോഴും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് NDA പക്ഷത്തിൻ്റെ ഒരു സഹായം, അതായത് നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ നായിഡുവിൻ്റെയും സഹായത്തോടു കൂടി മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിനിടയിൽ ലോക്സഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ കല്യാൺ ബാനർജി അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു. ആദ്യ വെടി തന്നെ താങ്ങാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കൃത്യമായും ചൂ കിത് കിത് എന്ന ഒരു കായിക വിനോദത്തെ പറ്റി പറഞ്ഞുകൊണ്ട് BJP എങ്ങനെയാണ് 240ലേക്ക് കൂപ്പ് കുത്തിയത് എന്ന് കൃത്യമായി വിവരിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വോട്ടിംഗ് ദിനത്തിൽ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ, അതായത് വോട്ടെണ്ണലിൻ്റെ ആദ്യ 3 മണിക്കൂർ പിന്നിലായിരുന്നു എന്നുള്ളതാണ്. അതായത് വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയെങ്കിൽ ഏകദേശം 10:45-11 മണി വരെ അദ്ദേഹം വാരണാസി മണ്ഡലത്തിൽ ഏകദേശം 8500-ലധികം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു അജയ് റായുടെ. ഇതുപോലെ തന്നെ അന്ന് ഷെയർ മാർക്കറ്റിൽ, അതായത് ഓഹരി വിപണിയിലുണ്ടായ വൻ ഇടിവ് കൃത്യമായി അറിയാം. നമുക്ക് ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയായ അമിത്ഷാ, നമുക്കറിയാം, അദ്ദേഹം ഒരു സ്റ്റോക്ക് ബ്രോക്കറായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജീവിതത്തിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ധാരാളം പണം അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ സമയത്ത് BJP 400-ലധികം സീറ്റുമായി അടിച്ചു കയറുമ്പോൾ തീർച്ചയായും നേരത്തെ തന്നെ സ്റ്റോക്ക് വാങ്ങി വെക്കേണ്ടത് ഏതെല്ലാം, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ അതിന് കൃത്യമായി അതെല്ലാം തന്നെ, അതായത് വിപണിയിൽ ഒരു ഷൂട്ടപ്പ് ഉണ്ടാകും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ കല്യാൺ ബാനർജി പറഞ്ഞു, അത് ഷൂട്ടപ്പ് അല്ല, തകർച്ചയായിരുന്നു അന്നുണ്ടായത്. ജനങ്ങൾക്ക് വലിയ നഷ്ടം അന്നുണ്ടായി. BJPയെ വിശ്വസിച്ച കുറേയധികം ആളുകൾക്ക് വിഡ്ഢിത്തം പറ്റുകയും ചെയ്തു എന്ന് കല്യാൺ ബാനർജി പറഞ്ഞു. അതുമാത്രമല്ല, രണ്ടാമതൊരു നാടകം കൂടി നടന്നു. അതായത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുക്കലേക്ക് വന്ന്, എനിക്കിവിടെ വേണമെങ്കിലും ഇരിക്കാം, കിരൺ റിജ്ജു എന്ന പാർലമെൻ്ററി കാര്യ മന്ത്രിക്ക് തോന്നും വിധത്തിൽ പെരുമാറാമെങ്കിൽ ബാക്കിയുള്ള ഏത് വ്യക്തിക്കും നിയമം ലംഘിക്കാം, അഥവാ അങ്ങനെയാണ് എങ്കിൽ പാർലമെൻറ്റിൽ ഏത് രീതിയിലും എവിടെയും പോയിരിക്കാം. ഇത് സ്പീക്കർ ഓം ബിർളയ്ക്ക് അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോയ നിമിഷമായിരുന്നു. രാജ്നാഥ് സിംഗ് പിന്നെ ഇടപെടേണ്ടി വന്നു ഈ വിഷയത്തെ തണുപ്പിക്കാൻ. 40 മിനിറ്റോളം നീണ്ടു നിന്ന ഈ വിഷയം, ഇതിനകത്തു നിന്നും മനസ്സിലാക്കേണ്ട നിരവധി പാഠങ്ങളുണ്ട്. എന്തിനും പോന്നു തന്നെയാണ് പ്രതിപക്ഷ MP-മാർ നിൽക്കുന്നത്. ഇത് അമിത്ഷായ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. അതായത് അധികാരം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സഭയെ മുഴുവൻ നിയന്ത്രിച്ച് കളയാം എന്ന് തെറ്റിദ്ധരിക്കുന്ന BJPക്കാർക്ക് അങ്ങനെയല്ല സഭയെന്നും, ലോക്സഭ കൈയാളുന്നത് നരേന്ദ്രമോദിയും സംഘവും അല്ല എന്നതും, ലോക്സഭ കൈയാളുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ 543 MP-മാരും ചേർന്നാണെന്നും വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു ഓം ബിർളയ്ക്കും അതുപോലെ തന്നെ BJPക്കും.